വരുമെന്നാണ് തോന്നുന്നത് കേട്ടാ. നോക്കട്ടെ. അളിയ വന്നോ? ആ ആ വന്നളിയാ. ഗൈസ് നിങ്ങൾക്ക് വന്നില്ല ഇത്? ആ വന്നു 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 ഇവിടെ. പക്ഷെ ആ സെറ്റ് സെറ്റ്. ചന്ദ്രു തോൽക്ക് ചന്ദ്രു. ഓൾ ഗുഡ്. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. അപ്പൊ ആളിയ ആദ്യത്തെ റേസ് വാമപ്പാണേ, വാമ പ്രൈസ് ആണേ ആദ്യത്തെ റേസ്. അപ്പൊ ലെറ്റ്സ് ഗോ. ഞാനാ അപ്പൊ പിന്നെ ഇൻവൈറ്റ് ചെയ്യാമല്ലോ. ഞാൻ ഇൻവൈറ്റ് ഇല്ല, ഒന്നും കൂടെ ഇട്ടെ. ചില സമയത്ത് ബഗ് ഉണ്ടാവും. അല്ല ഡീമൺ. ഓക്കെ വെയിറ്റ്, ഡീമൺ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ആ വെയിറ്റ്. അളിയ നിങ്ങളൊക്കെ വേറെ ഗെയിംസ് കൂടെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യോ അളിയ? ബീം എൻ ജി കുറച്ച് ഗെയിംസ് ഒത്തിരി വിലയൊന്നും ഇല്ലടാ. അതൊക്കെ ഒന്ന് മേടിക്കടാ. ബീം എൻ ജി, അസറ്റോ കോർസ, പിന്നെ സ്നോ റണ്ണർ. മറ്റേ ശരിക്കും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇത് ഫീൽ ചെയ്യുന്ന ഗെയിം ഏതാ? എന്താ ശരിക്കും റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ബ്രാവോ, റിയൽ ലൈഫ് ഫിസിക്സ്, മഡ് റണ്ണർ. എന്താ ഗ്രാഫിക്സ് കുറവാ, പക്ഷെ റിയൽ ലൈഫ് ഫിസിക്സ് ഭയങ്കര കിടിലോ. പിന്നെ ബീം എൻ ജി അടിപൊളി. ബീം എൻ ജി പിന്നെ ഏതാ ഗൈസ്? ഐ റൈസിങ്. അയ്യോ അത് കുറച്ച് അധികം. ഗ്രാൻഡ് ടൂറിസ്മോ ഇതിനകത്ത് ഇല്ലടാ, പി സിയിൽ ഇല്ലല്ലോ, പ്ലേ സ്റ്റേഷൻ എക്സ്ക്ലൂസീവാ. F1 ഉണ്ട് എന്റെ എല്ലാം ഉണ്ട്. എല്ലാ സിമുലേറ്റർ ഗെയിമും ഉണ്ട് എന്റെ ഇതിനകത്ത്. ബ്രാവോ വന്നോ? തിരിച്ചു വന്നോ? കീബോർഡിൽ ഓടിക്കുക. ഞാൻ കീബോർഡിലൊന്ന് ഓടിച്ചു നോക്കട്ടെ. കീബോർഡിൽ അതിനൊക്കെ അപ്പി ഇതിലോടിച്ച് രക്ഷപ്പെടാന്ന് വിചാരിച്ചു. അതൊന്നും സാബുരിനെ മടിവളച്ച് തൂക്കിയാണ്. സാബുരിനെ ഹയർ ഗെയിമിനെ. അയ്യോ അത് പറഞ്ഞപ്പോഴാ ഗൈസ് പുള്ളിയുടെ ചാനല് പോയി കേട്ടാ. ഷേഖിന്റെ ചാനല് പോയി, കിക്ക് പോയി, എല്ലാം പോയി. ആ ജിമെയിൽ ഐ ഡി ഹാക്ക് ചെയ്ത് കംപ്ലീറ്റ്ലി പാസ്വേഡും മാറ്റി, എല്ലാം മാറ്റി. ഷേഖിന്റെ അതെനിക്ക് അറിഞ്ഞൂടാത്ത കളിയ. അത് റിക്കവർ ചെയ്യാൻ പറ്റില്ല എന്നാ തോന്നുന്നു. ഇനി റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. നോർമലി ഇടാ ഇങ്ങനെയുള്ള സിനാരിയോസില് മറ്റേ ഇതുണ്ടല്ലോ, പണ്ടത്തെ ട്വീറ്റ് എക്സ്, അതിനകത്ത് പോയിട്ട് യൂട്യൂബ് സപ്പോർട്ടിനെ ടാഗ് ചെയ്ത് പറയുകയാണെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അറിഞ്ഞൂടാ. പാസ്വേഡ് 1 2 3 4 5 6 ആയിരിക്കും ഇട്ടാ. എന്തിട്ടാലും 2 ഫാക്ടർ ഒതന്റിഫിക്കേഷൻ ഉണ്ടല്ലോടാ. അതൊക്കെ ഇല്ലത് എങ്ങനെ പോണേന്ന് എനിക്ക് മനസ്സിലായില്ല. കിക്ക് കിട്ടിയെന്നോ? കിക്ക് കിട്ടിയോ? പക്ഷെ വേറെ കാര്യമുണ്ടടാ, കിക്കിൽ സ്ട്രൈപ്പ് ഒക്കെ ഇത് ചെയ്യുന്നത് ആ ജിമെയിൽ വെച്ചിട്ടാ. പുള്ളിക്ക് അതിൽ സ്ട്രീം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മളിപ്പോ കാണുന്നത് ചന്ദ്രനാണ്. അയ്യോ ചവിട്ടുണ്ടായിരുന്നടാ. പോയി വെച്ചടിച്ച് പോവാണ് ആദ്യം. ഫസ്റ്റ് ഈഗ്ലേഡിനെ ചന്ദ്രു തമ്മിൽ അടി, അല്ല ഈഗ്ലേഡിനെ സിയു തമ്മിൽ അടി. ഓക്കെ എല്ലാരും ഓക്കെ പോയി. ചന്ദ്രു കൃഷി ചെയ്യാൻ ഇറങ്ങി. ഞാൻ ഉഴാറക്കലേ ചന്ദ്രു കുറച്ച് കൊയ്യാൻ വേണ്ടി ഇറങ്ങി. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഒരു പയ്യൻ വരാണ്ടേ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. അത് ഈഗിളും പോയല്ല, ഈഗിൾ ബാക്കിലാ. ഈഗിള് കണ്ടെത്തി പോയി എല്ലാരും കണ്ടെത്തി പോയി. ഞാൻ മോഞ്ചിയടാ.
അതാരാ പോയത്? ഇതെന്ത് മറ്റേ കറങ്ങണ ബില്ല് പോയി. ചന്ദ്രു ട്രാക്ഷൻ ഓഫ് ചന്ദ്രു ട്രാക്ഷൻ ഓഫാണ്. അതാ കടന്ന് സ്പിന്ന വന്നെ. ഈകളെന്താ ഈകള് ബാക്കി പോയാ? ആ ബാക്കി പോയിട്ട് വാടാ. വരില്ലേ എന്ത് പാടാതറിയാ ഓടിക്കാൻ. ഇങ്ങനൊക്കെ ഷോർട്ട് കട്ട് എടുക്കാറുണ്ടല്ലേ? അത് കിട്ടിയില്ലെന്ന് തോന്നണം. അത് കിട്ടി. ഇത് റാലി ആയിരുന്നു ബ്രാവോ. ഇരിക്കാണ്ട് പോയത് ഇരിക്കാണ്ട് പോയത് അതുകൊണ്ട് എന്റെ പോയിന്റ് എന്നാണ് എന്നെ പോയി തീർക്കല്ലേ നീ എന്നെ പാക്കല്ലേ. ഇല്ലടാ ഇതിന് പറ്റൂലടാ. നമുക്ക് വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം കളിക്കാൻ കുഴപ്പമൊന്നുമില്ല. സ്റ്റാർട്ടിംഗ് പോലെ ഇല്ലല്ലയാ ഞാന് ഹാൻഡ് ബ്രേക്ക് ഇല്ലാത്ത പിടിച്ചിട്ടില്ല. അയ്യോ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നവരുണ്ടാ. ചന്ദ്രു സീക്രട്ട് അല്ല ഇത് ഭയങ്കര പാടുള്ള പരിപാടി കേട്ടോ ഇങ്ങള് അതാഴെ പോയാ കരിച്ചു പോറാവേ. എനിക്ക് ഓട്ടയുണ്ടോ ഇങ്ങളെ റിവറിന്റെ അരി ഇതൊക്കെ കണ്ണൂടാ ഓടൂടെ ചന്ദ്രു കാട് വിട്ടു വഴി ഉണ്ടാക്കുന്നത്. ഈ കാർ കൊണ്ട് എങ്ങനെ ഈ വഴി പോകും? ചുമ്മാ നീ അങ്ങനെ ടെൻഷനാക്കല്ലേ, വെറുതെ വന്ന കഴിവുകൾ ഇത് വെച്ച് പറ്റൂലടാ ഇതിനകത്തോടെ പോവാൻ. അത് മനസ്സിലാക്കണം. കൊറേ മൂഞ്ച കാറിടുമ്പോ എടാ അവന്മാര് മര്യാദക്ക് ചാറ്റി പറഞ്ഞാടാ ഇത് റാലിയാ വേണ്ട. ഞാൻ കേട്ടില്ല. ഞാൻ അവന്മാരത് തർക്കിച്ച് അപ്പാപ്പന്റെ ശബ്ദം ഇല്ലല്ലോ. അപ്പാപ്പ എന്ത് അപ്പൊ അറ്റാക്ക് വളവിൽ തന്നെ അറ്റാക്ക് വന്ന് വീണ് പുള്ളി. അവിടുന്ന് കേറിയിട്ടുള്ളതല്ലേ. വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ഊപ്പി പിന്നെ ഒന്നുമില്ല അവിടെ തീർന്നാണ്. ഇത് പറ്റൂല കഴിച്ചത് ഓടിക്കാൻ. ഇനി എനിക്ക് പറ്റൂല. എന്റെ കയ്യിൽ നിന്ന് പോയി മൊത്തം ഈ കളി. പറ്റൂലേ ഞാൻ കാരണം ഞാനെന്താ ഓടിക്കാൻ. ഞാൻ എവിടെ വഴിയിലൂടെ ഇടിച്ചു വീഴും. നീ വന്നേ. ഇതിന് വലിയ സപ്പോർട്ട് ആരും തരുമോ എനിക്ക് ഒരു എപ്പോഴല്ലേ? നല്ല ഡിസ്റ്റൻസിലാടാ. പറ്റൂല. ഇനി എനിക്ക് പിടിക്കാൻ പറ്റൂല. എന്റെ പോയിന്റ് സൂപ്പർ പറഞ്ഞ് കൺട്രോളറെ കളിപ്പിക്കല്ലേ ആദ്യമേ. ക്വാളിറ്റി ബ്രോ ഞാൻ പറയണമെന്ന് മനസ്സിലാക്കും ബ്രോ. എന്റെ നെറ്റ് ഭയങ്കര ശോകമായിരുന്നു. ഞാൻ ബിറ്റ് റേറ്റ് കുറച്ചിട്ടാ സ്ട്രീം ചെയ്യണം. ഒന്ന് ചില്ല ഇന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല.
ആ വറുത്തിട്ട് പ്രതീക്ഷ ഞാൻ ചലിച്ചിട്ട് പോണ ഇങ്ങനെ പാട്ടൊക്കെ പാടി പിന്നെ ഇങ്ങനെ പോ നീ വന്നിട്ട് ഓട്ടിന് പയ്യ പിന്നെ എളുപ്പമുള്ള പരിപാടികളാണ് പറഞ്ഞത് അല്ലെങ്കിൽ വലിയ പാടാണിത് കാണുന്നവർക്ക് എന്താ തേങ്ങ കാണുമ്പോ നല്ല രസമാ ഇതിന്റെ പുറകോട്ട് വരണം. ഞാനിങ്ങനെ കുറെ താളടിച്ചതാ. ചന്ദ്രയുടെ കാട്ടിലുള്ള എല്ലാ മരവും വെട്ടിക്കളയും. എല്ലാ മരവും ഉഴുത് മറിച്ചാണ് ഞാൻ പോണേ. കാടൊക്കെ വെട്ടിത്തെളിച്ചിട്ടൊക്കെ പോകുന്നത്. ഇന്നത്തെ സ്റ്റാർട്ട് DNF-ല് കിട്ടില്ല. ഇത് പാടാടാ, ഇനി പാടാടാ. നിനക്ക് എന്താ പ്രശ്നം? വണ്ടി വളയുന്ന പോലും ഇല്ല. വെറുതെ നീ വാടച്ച് വെറുതെ ആ വാടത്തൊന്നും ഇല്ല എന്റെ പന്ന എന്താ എന്താതിരിയടാ ഞാൻ വലിയ മിസ്റ്റേക്ക് ആണ്. നിനക്ക് ഓടിയെത്തുള്ള ഗ്യാപ്പ് ഉണ്ടേ. ഇതെന്ത് വണ്ടിയാളിയാ ഇത്? ഇത് തറയിലല്ലേ നിക്കുന്നേ? ഇത് എന്താ ഓഫ് റോഡ് വണ്ടിയല്ല, അത് ഓഫ് റോഡ് കൂടെ പോകുന്നത് അവിടെ തറയിലല്ല. എന്റെ കൈ അനങ്ങാത്ത ഒരു സമയമില്ല. ഇതെന്താ ടുബോർഗെ നീ വെറുതെ ഇരടാ. ടുബോർഗെ ശല്യത്തിനെ കൊണ്ട് അല്ലെ ഈകളോടെ ഇപ്പൊ കയറിപ്പോയത് ഫ്രണ്ടിൽ നിന്ന് ഇല്ല. അവ ഇടിച്ച് വീഴും, അവ ഉറപ്പടിച്ച് വീഴും. അവിടെ ഇത് റോഡായി. ഇവിടെ ഫ്രണ്ടില് വളവില്ലേ നമുക്ക്? നീ വീഴോട് ഉറപ്പാണ്. റിവേഴ്സ് വീണടാ. പറഞ്ഞില്ലേ അളിയാ പറഞ്ഞില്ലേ ഇവിടെ വീഡിയോ സോയിനൊന്നും ഒരു അനക്കില്ലല്ലോ. സോയി ഞാൻ ജീവിതം തട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ കാണാൻ പോലും ഇത് ഭയങ്കര അൺഫെയർ ആ. പറ്റൂല കേട്ടാ. ഭയങ്കര പാടാ. അല്ലടാ അത് പറ്റൂലടാ ശിവ. അത് ഭയങ്കര സീന. ഇങ്ങനത്തെ റേസിൽ എന്നെ പിടിക്കാൻ പറ്റൂല. കൺട്രോളർ കുറച്ചുകൂടി ഈസി ആടാ. പതിയെ വന്നെ ബാക്കിൽ കത്തിച്ചു വിടും. ബഫറിങ് കിക്കിന്റെ അല്ല, എന്റെ നെറ്റിന്റെ പ്രശ്നം. എന്റെ നെറ്റിന് ഡ്രോപ്പ് ഫ്രെയിംസ് അടിച്ചോണ്ടിരിക്കുക. ഞാൻ യൂട്യൂബിൽ വന്നാലും ഇത് തന്നെ എന്റെ അവസ്ഥ. പക്ഷെ നിങ്ങൾ പോയിന്റ് ഇട്ടവർക്ക് വേണ്ടിയിട്ട് എനിക്കിത് ജയിക്കണം. സെക്കൻഡ് അല്ല, നീ ഞാനും അല്ലേ കോമ്പറ്റീഷൻ പോയിന്റില്. ഈ പോയിന്റ് ഹിറ്റ് പോയിന്റ് അതിനകത്ത് പ്രഡിക്ഷനില് നിന്റെ മുന്നിൽ എനിക്ക് കയറാം. പറഞ്ഞ നീ എന്തായാലും ചെയ്യുവോ അളിയാ? നീ ഒന്നും ചെയ്യാൻ പോണില്ല അളിയാ. നീ ഒന്നും, നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നീ ഒരു ഷണ്ണ.
നീ ഒരു ഷണ്ണാണ് അറിയാ. റേഞ്ച് വെയിറ്റ് അല്ലേ റേഞ്ച് വെയിറ്റ് നീ ഒരു ഷണ്ണ. നീ ഇപ്പൊ പറന്നു വന്ന നീ എവിടെയെങ്കിലും ഇടിച്ചു വീഴുവളിയാ, അല്ലാതെ വേറെ ഒന്നും സംഭവിക്കില്ല. കാരണം ഞാൻ ഒരുപാട് മുന്നിൽ എത്തിക്കഴിഞ്ഞു. നിനക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അത്രത്തോളം ഹൈറ്റിൽ കൂടെ പറക്കുന്ന ഒരു പരുന്താണ് ഞാൻ. ഇത് ഫെയർ അല്ല ഇത് മാപ്പ് പോരാ. അടുത്ത റേസാണ് ശരിക്കും റേസ്. എവിടെ ആണെങ്കിലും അവനിങ്ങനെ താങ്ങി പിടിച്ചേക്കണേ ടുബോർഗതി. ഇന്നലെ ഒരു സ്കൈഡാക്സ് 2.0 2 എടാ ഇത് നിന്നെ കൊണ്ടൊന്നും ഒരിക്കലും എന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല, മനസ്സിലായോ? ഒരിക്കലും. നീ ഒരു ജന്മവും കൂടെ ജനിച്ച് നീ ജിമ്മനായിട്ട് വന്നാൽ പോലും നടക്കൂല. പേരല്ല. അയ്യോ ആണോ? പേരല്ലേ? പേരല്ലെങ്കിൽ നീ ഒരു പേരാലെങ്കിൽ വാങ്ങിച്ചു വെച്ചിട്ട് പേരാക്കും. ഓടാ കണ്ടി